وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. ആയത്ത് 19 രണ്ടാം ഭാഗം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക. ഫഇൻ കരിഹ്തുമൂഹുൻ, ഇനി നിങ്ങൾക്ക് അവരോട് വെറുപ്പ് വന്നാൽ ഫഅസാ അൻ തക്റഹൂ ശൈആ, നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുകയും വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, അല്ലാഹു അതിൽ ധാരാളം നന്മകൾ വെക്കുകയും ചെയ്തേക്കാം. ഈ ഭാഗത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട 2 മര്യാദകളാണ് വിവരിച്ചിരിക്കുന്നത്. ഒന്ന്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് വളരെ നല്ല നിലയിൽ വർത്തിക്കുക. പരിശുദ്ധ ഖുർആനിൽ എവിടെയും പുരുഷന്മാരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പുരുഷന്മാരോട് ഭാര്യമാർ നല്ല നിലയിൽ വർത്തിക്കൽ അവരുടെ ധാർമ്മിക കടമയുമാണ്. പക്ഷേ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് വളരെ ശക്തമായും വ്യക്തമായും പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രചാരണം ഇസ്ലാം സ്ത്രീകളോട് മോശമായി വർത്തിക്കുന്നു എന്നാണ്. അതിന് ഒന്നാമത്തെ കാരണം ഇസ്ലാമിനോടുള്ള അന്ധമായ വിരോധവും ശത്രുതയുമാണ്. രണ്ടാമത്തെ കാരണം, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, സമുദായം സ്ത്രീകളോട് സമുദായത്തിലെ പല ആളുകളും മോശമായി പെരുമാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തുണ്ടാക്കിയെടുക്കണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം. എന്താണ് നല്ല നിലയിൽ വർത്തിക്കൽ? ഒന്ന്, നല്ല വാചകങ്ങൾ പറയണം. പലരും അടിമകളുടെ സംബോധനയാണ് സ്ത്രീകളെ സംബോധന ചെയ്യുന്നത്. മാന്യമായ സംബോധന, സ്നേഹവും പ്രേമവും കലർന്ന നിലയിലാണ് അവരോട് സംസാരിക്കേണ്ടത്. 2, നല്ല നിലയിൽ അവരോട് പെരുമാറണം. പ്രവർത്തനങ്ങൾ നന്നാകണം. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി, പ്രത്യേക പ്രകടനവും അതുപോലെ ഇല്ലാത്ത കാര്യങ്ങളുടെ പ്രദർശനമൊന്നും വേണ്ട, നല്ല നിലയിൽ വർത്തിക്കണം. വിശിഷ്യ സ്ത്രീ നമ്മളിൽ നിന്ന് ന്യായമായിട്ട് ആഗ്രഹിക്കുന്ന വാക്കുകളും പെരുമാറ്റങ്ങളും നമ്മളിൽ നിന്നും ഉണ്ടായിരിക്കണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് പുരുഷന്മാരോട് മാന്യമായ കുറേ കടമകളുള്ളതുപോലെ സ്ത്രീകളോടും പുരുഷന്മാർക്ക് മാന്യമായി പല കടമകളുമുണ്ട്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുളുമായിരുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വാന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നയാളാണ്. ഞാൻ നിങ്ങളിൽ എൻ്റെ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്ന വ്യക്തിയാണ്. സ്വയം വാഴ്ത്താത്ത, അതിനെ ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ്റെ വാക്കാണ്. ആളുകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി പുറത്ത് ഭയങ്കര പുഞ്ചിരിയും സ്നേഹ സൗഹാർദ്ദവും മേക്കപ്പും എല്ലാം എളുപ്പമാണ്. ഒരു മനുഷ്യൻ്റെ യാഥാർത്ഥ്യം പ്രകടമാകുന്നത് വീട്ടിലാണ്, കുടുംബത്തോടാണ്. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളുന്നു, ഞാൻ ആധികാരികമായി പറയട്ടെ, എൻ്റെ കുടുംബത്തോട് ഞാൻ നല്ല നിലയിൽ വർത്തിക്കുന്ന വ്യക്തിയാണ്.
ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോട് മുഖപ്രസന്നതയോടുകൂടി വർത്തിക്കുമായിരുന്നു. അവരോട് കളിക്കുമായിരുന്നു, ചിരിക്കുമായിരുന്നു, ഭയത്തോടുകൂടി വർത്തിക്കുമായിരുന്നു. കഴിവിൻ്റെ പരമാവധി നല്ല നിലയിൽ ചെലവ് കൊടുക്കുമായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കുടുംബത്തോട്. ഇതെല്ലാം മതത്തിന് അല്ലെങ്കിൽ ആത്മീയതയ്ക്കെതിരായിട്ടാണ് പലരും വിചാരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമസ്കാരം ഇബാദത്ത്, ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് നന്മ. അവരുടെ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുമായിരുന്നു, അവരുടെ കൂട്ടുകാരികളോട് നല്ല നിലയിൽ വർത്തിക്കുമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് നാളുകളായി ഇറച്ചി വരുന്നതായ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂട്ടുകാരികളുടെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ കൂട്ടുകാരികളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയിട്ട് പറയും, അവരുമായിട്ട് കളിച്ചോളും, യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ പഠിക്കണം പ്രവാചകൻ്റെ കുടുംബജീവിതം. നമ്മുടെ ധാരാളം പ്രശ്നങ്ങൾ അവസാനിക്കും. മൗലാന ദുൽഫിഖാർ നഖ്ശബന്ദി ഹഫദഹുല്ലാ അവറുകളോടൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഉസ്താദന്മാരെയെല്ലാം വെടിവെച്ച് വീഴ്ത്താൻ പറ്റുന്നതായ വാക്ക്, എൻ്റെ ഭാര്യ നിസ്കാരമില്ല. നമ്മളെന്ത് പറയും? തലാഖില്ലിയിൽ മൗലാന തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അവർ നമസ്കരിക്കാത്തത് നിങ്ങൾ കാരണമായിട്ടാണെങ്കിലോ? ആര് പറഞ്ഞു? ദിവസവും താരീം എപ്പോഴും നിസ്കാരത്തെ പറ്റി പറയുന്നത്, അവൾ നിസ്കരിക്കുന്നേ ഇല്ല. മൗലാന പറഞ്ഞു, നിസ്കരിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ ഒലക്കയുടെ വടിയൊന്നുമല്ല, പറയേണ്ട രീതിയുണ്ട്. പ്രബോധനം എന്ന് പറഞ്ഞാൽ ചീത്തവിളിയല്ല, വെറുപ്പിക്കലല്ല. എന്നിട്ട് മൗലാന പറഞ്ഞ്, സത്യം പറയും, നിബിതങ്ങളുടെ സുന്നത്ത് വീട്ടിൽ പോകുമ്പോൾ പാലിക്കാറുണ്ടോ? ഏതാ? പള്ളി കയറുമ്പോഴുള്ള സുന്നത്തറിയാം, ബാത്റൂമിൽ കയറുമ്പോഴുള്ള സുന്നത്തറിയാം. വീട്ടിൽ കയറുമ്പോൾ സുന്നത്തുണ്ട്. 1 പുഞ്ചിരിക്കണം, 2 സലാം പറയണം, 3 വിശേഷം ചോദിക്കണം, 4 അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കണം, 5 അവരെ ആദരിക്കണം ആഹാരം കഴിക്കുന്നതിനിടയിൽ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 5 കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഫർളുണ്ട്. വീട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം. കൃത്യം ആ സമയത്ത് മൊബൈൽ അടിക്കും. അതുവരെയും ആർക്ക് വിളിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ വിളിക്കാൻ വേണ്ടി സമയം വെക്കും. ആൾക്കാരോട് പറയും, അസ്ർ നിസ്കാരം കഴിഞ്ഞ് 15 മിനിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും. കൃത്യമായിട്ട് വീട്ടിൽ കയറുന്ന സമയത്ത് മ്യൂസിക് അടിച്ചു തുടങ്ങും. 2 മൊബൈൽ ചെവി വെച്ചോണ്ടാണ് പോകുന്നത്. പിന്നെ ഭാര്യയുടെ മുഖത്തോട്ടങ്ങനെ നോക്കും. അവരും മിക്കവാറും 3 മൊബൈലും പിടിച്ചുകൊണ്ടായിരിക്കും. ഒന്നിന് തോണ്ടിക്കൊണ്ടിരിക്കും, ഒന്നിന് കേട്ടുകൊണ്ടിരിക്കും. അവരത് തന്നെയായിരിക്കും കാര്യം. ആഹാരം വെക്കാൻ വേണ്ടി മൊബൈൽ നോക്കിക്കൊണ്ടല്ലേ ആഹാരം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, മൗലാന ചോദിച്ചു, ഇതിൽ വല്ലതും പാലിക്കുന്നുണ്ടോ? രോഗം തുറന്ന് സമ്മതിക്കും, ഇല്ല ഞാൻ പാലിക്കുന്നില്ല. എന്നാൽ കുറേ നാൾ പാലിച്ചിട്ട് വരും. 1 മാസം കഴിഞ്ഞ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഭാര്യയും ആദ്യ രാവുകളിലും പകലുകളിലും കഴിഞ്ഞതുപോലെ ഇപ്പം കഴിയുകയാണ്. സ്നേഹം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വരണമെങ്കിൽ കുറേ പ്രവർത്തനങ്ങൾ പാലിക്കണം. അതിനാണ് മുഹമ്മദി സുന്നത്തുകൾ പാലിക്കണം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുമായി ഓട്ടമത്സരം നടത്തുമായിരുന്നു. നിങ്ങൾക്ക് കളിക്കാനുള്ള ഏറ്റവും നല്ല കൂട്ടുകാർ ഭാര്യയുമായിട്ട് കളിക്കണം. ഓട്ടമത്സരം ഏതെങ്കിലും ഉസ്താദ് ഓടിയാൽ മിക്കവാറും അദ്ദേഹത്തിന് ആ സ്ഥലം വിട്ട് പോകേണ്ടി വരും. ശരിയാണ്, അന്തമില്ലാത്ത കോലം, ഞാൻ മുണ്ടെല്ലാം മടക്കി കുത്തി കിടന്ന് ഓടാനും കളിക്കാനും വേറെ കാര്യം. സഹാബാക്കൾ കൂട്ടത്തിൽ യാത്രയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പം പറഞ്ഞ്, ആയിഷ ഒന്ന് ഓടാം. 2 പേരും ഓടി. ആയിഷ റളിയല്ലാഹു അൻഹ മുമ്പിലായി. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് ഇറച്ചിയെല്ലാം കഴിച്ച് നല്ല ശരീരമെല്ലാം പടങ്ങിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ ഓടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലായി, ആയിഷ ബീവി പുറകിൽ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇത് പഴയതിന് പകരം തന്നതാണെന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ എവിടെ സങ്കല്പിക്കാൻ പറ്റും പടച്ചവന്? ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു വീട്ടിലാണ് രാത്രി വിശ്രമിക്കുന്നതെങ്കിലും അസറിന് ശേഷം എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. ഇശാ നമസ്കാരം കഴിഞ്ഞ് നബി തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ഒരു വീട്ടിൽ തങ്ങളുടെ സരസ്സിൽ ഒരുമിച്ച് കൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിതനാണ്, പക്ഷേ ഭാര്യയുമായി കുറേ നേരം സംസാരിക്കും. അതിനുശേഷമാണ് ഉറങ്ങുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളും വരും. ഇതിൻ്റെ അർത്ഥം രാഷ്ട്രപതി ഭവനം പോലെ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ സ്വാഭാവികമെന്ന് പറഞ്ഞ് പരിഹരിക്കും. ഇത്രയേ ഉള്ളൂ. ബിൽ മഅറൂഫ്. പ്രത്യേകിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തവക്കാരിയായ ഭാര്യയുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. ഭാര്യമാർക്ക് ആർത്തവം വരുമ്പോൾ കുറച്ച് മാനസികമായി നമുക്ക് വൈക്ലഭ്യം വരും. തങ്ങൾ അവർ കൂട്ടത്തിൽ കിടക്കുമായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുറിയിൽ വെച്ച് നമസ്കരിക്കുമായിരുന്നു. അവർ ഉറങ്ങുന്നതായ സമയത്ത് അവരെ ഉപദ്രവിക്കുകയില്ലായിരുന്നു. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് തങ്ങളുടെ ശരീരം സ്പർശിക്കുന്നത് കണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാലിന് മാറ്റമായിരുന്നു. നമ്മളാണ് ഈ കാലത്തൂക്കിന് ഏറ് കൊടുക്കും. ഖൗഫ് ഭയങ്കര ഭക്തിയല്ലേ. മിക്കവാറും തഹജ്ജുദ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടക്കമെല്ലാം പൊട്ടിച്ച് എഴുന്നേൽപ്പിക്കും. ആ സ്നേഹത്തോടു കൂടി എഴുന്നേൽപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അള്ളാഹു ഒരു പയ്യനെ അനുഗ്രഹിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് അവൻ തഹജ്ജുദ് നമസ്കരിക്കും. സ്നേഹത്തോടെ ഭാര്യയെ വിളിക്കും. എഴുന്നേൽക്കുന്നില്ല എങ്കിൽ ചെറുതായിട്ട് വെള്ളം കുടയും. മിക്കവാറും ഒരു ബക്കറ്റ് കൊണ്ട് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ അല്ലാഹു തആല ഒരു പെൺകുട്ടിയെ അനുഗ്രഹിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കും, എന്നിട്ട് ഭർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഇങ്ങനെ ഇത്രമാത്രം സ്നേഹനിർഭരമായ ജീവിതം. എന്നിട്ടും ജീവിതത്തിൻ്റെ സായം സന്ധ്യയായ സമയത്ത് അവസാന നാളുകളിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിച്ചുകൂട്ടാൻ അനുവാദം ചോദിച്ചു. അനുവാദം കൊടുത്തു. എല്ലാവരും അവിടെയാണ് ക്യാമ്പ്. എല്ലാവരും അവിടെ കഴിഞ്ഞുകൂടി. അവരോടെല്ലാം മാപ്പ് ചോദിച്ച് വലിയ റാഹത്തായി ബർക്കത്തായിട്ട് പരലോകത്തിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅശിറൂന്ന ബിൽ മഅറൂഫ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, നല്ല കുടുംബജീവിതം നയിക്കാൻ ഈ ലോകത്ത് തന്നെ അനുഗ്രഹമുണ്ടാവും. നമസ്കാരം നന്നാക്കിൻ, ഭാര്യയുമായിട്ടുള്ള ബന്ധം നന്നാക്കിൻ, നോമ്പ് നന്നാക്കിൻ, മക്കളുമായിട്ടുള്ള ബന്ധം നന്നാക്കിൻ, സക്കാത്ത് നന്നായിട്ട് കൊടുക്കിൻ, മാതാപിതാക്കളും അവരുമായിട്ടുള്ള ബന്ധുക്കളോട് നല്ല നിലയിൽ വർത്തിക്കിൻ, ഹജ്ജ് ചെയ്യൻ, മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും ബന്ധം ശരിയാക്കിൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.